CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഒറ്റപ്പാലത്ത് ആവേശകരമായി തുടക്കം. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം ടി ചാത്തുവാണ് പ്രതിനിധി സമ്മേളന നഗറിൽ പതാക ഉയർത്തിയത്. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത CPIM പാലക്കാട് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് തുടരുകയാണ്. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച രാവിലെ 9 മണിയോടെ ആരംഭിക്കും. 15 ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിനം ഒരു പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി അടക്കമുള്ള ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്നതാണ് പ്രമേയം. ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ പാർട്ടി മെമ്പർഷിപ്പ് 1195-ഉം വർഗ ബഹുജന സംഘടനാ അംഗസംഖ്യ 63,000-ഉം വർദ്ധിച്ചതായി പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു. ഷൊർണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് അകന്നുപോയവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അട്ടപ്പാടിയിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പൊതുചർച്ച പൂർത്തിയായ ശേഷം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയും. 18-ന് സംഘടനാ തെരഞ്ഞെടുപ്പും പൊതുസമ്മേളനവും പൂർത്തിയാക്കി പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റബ്ബർ വില തകർച്ച തുടരുന്ന സാഹചര്യത്തിൽ കർഷക രക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് CPM കോട്ടയം ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തീവ്ര സാമ്പത്തിക നടപടികളിലേക്കും വർഗീയവൽക്കരണത്തിലേക്കും മോഡി സർക്കാർ കൊണ്ടുപോകുമ്പോൾ ഉമ്മൻചാണ്ടി, KM മാണി, കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങളെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണെന്ന് MA ബേബി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KJ തോമസ് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച 2ാം ദിനത്തിലും തുടരും. സഖാവ് VK ഗോപിനാഥൻ നഗറിൽ മുതിർന്ന CPIM നേതാവ് VR ഭാസ്കരൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. 12 ഏരിയകളിൽ നിന്നായി 284 പേർ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കേരളത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷത്തിന് 4 സീറ്റ് കിട്ടിയത് 8ആയിട്ട് ഉയർന്നു, ഇരട്ടിയായി. പക്ഷെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ കൈവരിക്കാൻ കഴിയുമായിരുന്ന വിജയം എന്ന നിലയിൽ അതിനേക്കാളും മികച്ച വിജയം ഉണ്ടാകണമായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ സ്വയംപ്രശ്നപരമായി അതിനെ കാണുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം CPIM ജില്ലാ സെക്രട്ടറി KJ തോമസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും റബ്ബർ, കാർഷിക, തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയുമെല്ലാം അടങ്ങുന്ന സമഗ്ര റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചത്. തുടർന്ന് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നെത്തിയ പ്രതിനിധികൾ റിപ്പോർട്ടിന്മേൽ നടത്തിയ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം പൊതുചർച്ച ആരംഭിച്ചു. അതിനിടെ പ്രധാനമായും 2 പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ബാർക്കോഴ കേസിൽ ധനമന്ത്രി KM മാണിയും രാജിവെക്കണമെന്ന് പ്രമേയത്തിലൂടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. റബ്ബർ വിലയിടിവിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷക രക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നാടക മത്സരത്തിന് ഇതുവരെ ലഭിക്കാത്ത ഭൗതിക സാഹചര്യങ്ങളാണ് ഇത്തവണ കോഴിക്കോട് ലഭിച്ചത്. മികച്ച ശബ്ദ ദൃശ്യ സംവിധാനമൊരുക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞതിൽ നാടക പ്രേക്ഷകർ സന്തോഷത്തിലാണ്. എന്നാൽ മികച്ച നാടകങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമായിരുന്നു. ഇടർച്ചയില്ലാത്ത ശബ്ദവും ഭാവങ്ങളുമായി ആദ്യ നാടകത്തിൽ പെൺകുട്ടികൾ ആവിഷ്കാരധന്യതയിൽ ജ്വലിച്ചുയർന്നു. ഭൂമിയിൽ സ്നേഹത്തിനും ആർദ്രതയ്ക്കും മനുഷ്യരെപ്പോലെ മറ്റു ജീവജാലങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് പറയുന്ന കൊന്നപ്പൂ എന്ന നാടകമാണ് ആദ്യം അരങ്ങിലെത്തിയത്. ജീവിതഗന്ധിയായ നാടകങ്ങൾ കുട്ടികൾക്ക് വികാര തീവ്രതയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് നാടക നടനും മാധ്യമപ്രവർത്തകനുമായ MS ദാസ് മാട്ടുമന്ത പറഞ്ഞു. അവൻ്റെ ജീവിതഗന്ധിയായ കഥകൾ അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അതാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പലരും അത് ഇതിവൃത്തമായിട്ട് സ്വീകരിച്ചത്. നാടകവും അഭിനയവും ഇഴകീറി മുറിക്കാൻ കഴിയുന്ന നാടകപ്രേമികളായ കാണികളുടെ നിറഞ്ഞ സദസ്സ് എന്നും കോഴിക്കോടിന് മാത്രം സ്വന്തമാണ്. എന്നാൽ നാടകം സിനിമാറ്റിക് ആവുമ്പോൾ അഭിനേതാക്കൾക്ക് അവസരം നഷ്ടമാവുന്നതായി നടനും നിർമ്മാതാവുമായ പ്രകാശ് ബാരെ പറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥതയും അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാർ അത് മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇതുവരെ നാടകത്തിന് ലഭിക്കാത്ത ഭൗതിക സാഹചര്യം കോഴിക്കോട്ട് ഒരുക്കിയതിൽ നാടകപ്രവർത്തകർ ഒന്നടങ്കം അഭിനന്ദിച്ചു. കലോത്സവ വേദിയിൽ നിന്നും RK ഫിറോസിനൊപ്പം RK ജയപ്രകാശ്.
കലോത്സവത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട മൻസിയയ്ക്ക് ഇത്തവണത്തെ കലോത്സവം കൗതുക കാഴ്ച തന്നെയായി. ശിഹാബ് തങ്ങൾ ഖാസിയായ പള്ളിയാണ് തന്നെ പുറത്താക്കിയതെങ്കിലും കലോത്സവ വേദിയിൽ ഒന്നാമനായി തന്നെ ശിഹാബ് തങ്ങളുടെ ചിത്രം സ്ഥാനം പിടിച്ചതാണ് മൻസിയയ്ക്ക് കൗതുകമായത്. കലകളോടുള്ള ലീഗിന്റെ നിലപാട് മാറിയോ എന്നതാണ് ഇപ്പോൾ മൻസിയുടെ സംശയം. ചികിത്സയിൽ കഴിയുന്ന സ്പീക്കർ ജി കാർത്തികേയനെ നടൻ മമ്മൂട്ടി സന്ദർശിച്ചു. ജി കാർത്തികേയന്റെ ഔദ്യോഗിക വസതിയിലെത്തിയായിരുന്നു സന്ദർശനം. കാർത്തികേയന്റെ രോഗവിവരങ്ങൾ മമ്മൂട്ടി ചോദിച്ചറിഞ്ഞു. അരമണിക്കൂറോളം മമ്മൂട്ടി സ്പീക്കറോടൊപ്പം ചെലവഴിച്ചു. കാർത്തികേയന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് മമ്മൂട്ടിയെ സ്വീകരിച്ചു. കുന്ദപുരം കൈരളി സുഹൃത്ത് വേദിയുടെ ശിവരാമ കാരന്ത് അവാർഡിന് പ്രസിദ്ധ അറബ് ഗായകനും കോഴിക്കോട് സ്വദേശിയുമായി KP ജയൻ അർഹനായി. ഈ മാസം 25-ന് കുന്ദാപുരം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്തര കേരളത്തിലെ ആറ്റുകാൽ എന്നറിയപ്പെടുന്ന കണ്ണൂർ പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂവത്തൂരമ്മയ്ക്ക് മകരപ്പൊങ്കാല അർപ്പിക്കാൻ ആയിരക്കണക്കിന് സ്ത്രീകളെത്തി. മകരസംക്രമ നാളിൽ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല സമർപ്പണം നടന്നു.